ആനെഴുന്നള്ളിപ്പിൽ ചട്ടലംഘനമുണ്ടായി. അതായത് കോഴിക്കോട് കൊയിലാണ്ടിയിൽ സംഭവിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ADM റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചു. ചട്ടലംഘനമുണ്ടായി എന്നാണ് ഈ ADM റിപ്പോർട്ടിലുള്ളത്. ചേതൻ സാജൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ചേതൻ, ഇപ്പോഴുള്ളത് പൊതുദർശനം നടക്കുന്ന 3 മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊതുദർശനത്തിനായി കുറുങ്ങാടേക്ക് എത്തിയിരുന്നു. ഈ ആളുകളുടെ ജന്മനാട്ടിൽ ഇപ്പോൾ പൊതുദർശന ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേതൻ സംഭവ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. ചേതൻ, ADM റിപ്പോർട്ടിലുള്ള വിശദാംശങ്ങളും ഒപ്പം പൊതുദർശനമടക്കമുള്ള മറ്റു വിശദാംശങ്ങളും. വിനിഷ, ഇപ്പോൾ ഈ കൊയിലാണ്ടി ഈ ഉത്സവത്തിനുണ്ടായ ഈ ആന വരണ്ടുണ്ടായ അപകടത്തിൽ മരിച്ച 3 പേരുടെയും പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയം മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ 1:10 കൂടിയാണ് ഈ മൃതദേഹത്തിന് പൊതുദർശനം ഇവിടെ ആരംഭിച്ചത്. വിവരമറിഞ്ഞ ധാരാളം നാട്ടുകാരാണ് ഇപ്പോൾ ഇവിടെ ഈ 3 പേരെയും കാണാൻ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മൃതദേഹത്തിന്റെ ADM റിപ്പോർട്ടിലേക്ക് വന്നാൽ, ADM ഇന്ന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി വന്നാൽ ചേതൻ. വിനിഷ, ഈ ADM റിപ്പോർട്ട് പ്രകാരം ചട്ടലംഘനം ഈ ADMന്റെയും അതുപോലെ തന്നെ സോഷ്യൽ ഫോറസ്ട്രി ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കീർത്തിയുടെയും റിപ്പോർട്ട് പ്രകാരം നാട്ടാന പരിപാലന നിയമത്തിൽ ചട്ടലംഘനം ഉണ്ടായി എന്ന് വേണം നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ഈ റിപ്പോർട്ട് വനം മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഇതിൽ ഈ ആനയുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഇതിന്റെ കൺവീനറാണ് DFO. ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം ഈ ആനയുടെ ഈ ഉത്സവം നടക്കുമ്പോൾ ആനയുടെ കാലുകൾ ചങ്ങല ഉപയോഗിച്ച് ബന്ധിച്ചിരിക്കണം. ഇത് ഇവിടെ സംഭവിച്ചിട്ടില്ല. അതൊരു ഗുരുതര പിഴവായിട്ട് വേണം കാണാൻ. അതുപോലെ തന്നെ വെടിക്കെട്ടിന് അനുമതി അത്തരത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലുണ്ടായ അപകടത്തിൽ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന കണ്ടെത്തലാണ് ADM റിപ്പോർട്ടിലുള്ളത്. ചേതൻ സാജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.